Hello everyone. In this part, we'll see about controlling. So controlling നിങ്ങൾക്ക് പഠിക്കാനുള്ളത് concepts, need, steps, techniques, and these techniques are divided into two, traditional and modern. ഇത്രയും കാര്യങ്ങളാണ് സിലബസ് പ്രകാരം പഠിക്കാനുള്ളത്. Now, let's see what is controlling. So controlling means ensuring that activities in an organization are performed as per the plans. അതായത് നമ്മൾ മാനേജിങ് പ്രോസസ്സിലെ സ്റ്റെപ്സ് ഒക്കെ നമ്മൾ കണ്ടു. പ്ലാൻ ചെയ്തിട്ട് അത് നല്ല രീതിയിൽ റിസോഴ്സ് ഒക്കെ യൂട്ടിലൈസ് ചെയ്ത് ഓർഗനൈസ് ചെയ്യും. പിന്നെ അതിന് വേണ്ട എംപ്ലോയീസിനെ നമ്മൾ എംപ്ലോയ് ചെയ്ത് കഴിഞ്ഞിട്ട് അവർക്ക് പ്രോപ്പർ ഡയറക്ഷൻ കൊടുത്തിട്ട് കമ്മ്യൂണിക്കേഷനിലൂടെയും മോട്ടിവേഷനിലൂടെയും ഒക്കെ കാര്യങ്ങൾ നന്നായി ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തും. അത് കഴിഞ്ഞിട്ട് ഈ കാര്യങ്ങൾ ചെയ്തത് ഓക്കെ ആണോ, ഇനി എന്തെങ്കിലും ഇംപ്രൂവ് ചെയ്യാനുണ്ടോ എന്ന് നോക്കുന്ന പ്രോസസ്സാണ് എന്ത്, കൺട്രോളിങ്. ഫോർ എക്സാമ്പിൾ, ഐ എം ഗിവിംഗ് യു സം സോർട്ട് ഓഫ് ഹോം വർക്ക്സ്. അപ്പൊ നിങ്ങൾക്ക് ഡയറക്ഷൻ ഒക്കെ തന്നിട്ട് ഹോംവർക്ക് എങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞു തന്നു. നിങ്ങൾ സബ്മിറ്റ് ചെയ്ത ദിവസം അത് കറക്റ്റായി ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ഞാൻ നോട്ട്സ് കറക്റ്റ് ചെയ്തിട്ട് പറയും. ആൻഡ് കറക്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നല്ലതാണെങ്കിൽ ഐ സേ ഇറ്റ്സ് ഗുഡ്, നല്ലതല്ല കുറച്ച് മിസ്റ്റേക്സ് ഉണ്ട് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ഞാൻ അതിന് കറക്റ്റീവ് ആക്ഷൻസ് തരും. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കൺട്രോളിങ്. ഇറ്റ് എൻഷുവേഴ്സ് ദാറ്റ് ആൻ ഓർഗനൈസേഷൻസ് റിസോഴ്സസ് ആർ ബീങ് യൂട്ടിലൈസ്ഡ് ഇഫക്റ്റീവ്ലി ആൻഡ് എഫിഷ്യൻ്റ്ലി ഫോർ ദ അച്ചീവ്മെന്റ് ഓഫ് പ്രീ ഡിറ്റർമൈൻഡ് ഗോൾസ്. അതൊരു ഗോൾ ഓറിയന്റഡ് ഫംഗ്ഷൻ ആണ്. കാരണം ഇതെല്ലാം നമ്മൾ എന്തിനാണ് ചെയ്യുന്നത്, മാനേജ്മെന്റ് പ്രോസസ് ഒക്കെ ചെയ്യുന്നത് നമുക്ക് അൾട്ടിമേറ്റ്ലി ഒരു ഗോൾ ഉണ്ടാവും. ആ ഗോള് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പൊ കൺട്രോളിങ്ങും അതുപോലെ തന്നെ ആ ഗോൾ അച്ചീവ് ചെയ്തു എന്ന് ഉറപ്പ് വരുത്തുന്ന ഒരു പ്രോസസ്സും കൂടിയാണ് കൺട്രോളിങ്. അക്കോർഡിംഗ് ടു കൂൺസ്, ഇറ്റ് ഈസ് ദ മെഷർമെന്റ് ആൻഡ് കറക്ഷൻ ഓഫ് പെർഫോമൻസ് ടു മേക്ക് ഷുവർ ദാറ്റ് എന്റർപ്രൈസ് ഒബ്ജക്റ്റീവ്സ് ആൻഡ് പ്ലാൻസ് devised to attain them are accomplished. അതായത് നമ്മൾ എത്രത്തോളം നന്നായിട്ട് ചെയ്തു എന്നുള്ളത് മെഷർ ചെയ്ത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും അപാകതകൾ ഉണ്ടെങ്കിൽ കറക്റ്റീവ് ആക്ഷൻസ് കൊടുക്കുകയും ചെയ്യും. ഇതിനെയാണ് കൺട്രോളിങ് എന്ന് പറയുന്നത്. ഈ പറഞ്ഞ മീനിങ്ങിലൂടെയും കോൺസെപ്റ്റിലൂടെയും തന്നെ യു കെൻ ഫിഗർ ഔട്ട് ദ ഫീച്ചേഴ്സ് ഓർ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കൺട്രോളിങ്. ആദ്യത്തെ കൺട്രോളിങ് ഫീച്ചർ എന്ന് പറഞ്ഞാൽ ഗോൾ ഓറിയന്റഡ്. നമ്മളിവിടെ ഓൾറെഡി പറഞ്ഞു, ഗോൾ ഓറിയന്റഡ് പ്രോസസ്സാണ്. ഒരു ഓർഗനൈസേഷൻ ഒരു ഗോൾ ഉണ്ടാവും, ആ ഗോൾ അച്ചീവ് ചെയ്തു എന്ന് ഉറപ്പ് വരുന്ന പ്രോസസ് ആണ് കൺട്രോളിങ്. ഇറ്റ് മെഷേഴ്സ് ആക്ച്വൽ പെർഫോമൻസ്, കമ്പയർ ഇറ്റ് അഗെയിൻസ്റ്റ് ദി സ്റ്റാൻഡേർഡ്സ്. അതായത് നമ്മൾ പ്ലാനിങ് സ്റ്റേജിൽ ഒരു സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യും. ആ സ്റ്റാൻഡേർഡും ആക്ച്വൽ പെർഫോമൻസും കൂടെ കമ്പയർ ചെയ്തിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, ഐഡന്റിഫൈ ഡീവിയേഷൻസ്, എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് ഐഡന്റിഫൈ ചെയ്തു കറക്റ്റീവ് ആക്ഷൻസ് എടുക്കും. ആൻഡ് ദിസ് ഇസ് എ പെർവാസീവ് ഫംഗ്ഷൻ. പെർവാസീവ് എന്ന് പറഞ്ഞാൽ എല്ലാ ലെവലിലും ഓർഗനൈസേഷന്റെ എല്ലാ സ്ഥലത്തും വേണ്ട ഒരു കാര്യമാണ് കൺട്രോളിങ്. ടോപ്പ് ലെവലിലോ ലോവർ ലെവലിലോ മാത്രം പോരാ, എല്ലാ സ്ഥലങ്ങളിലും ജോലി നന്നായി ചെയ്യുന്നു എന്ന് ഉറപ്പുവരുത്തുന്നതാണ് കൺട്രോളിങ്. ഓൾസോ ഇറ്റ് ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ്. ഒരു ദിവസം ചെയ്തിട്ട് അടുത്ത ദിവസം നമ്മൾ ചെയ്യാതിരിക്കുന്നതല്ല. we need to keep them ongoing, and it is both forward looking and backward looking. അതായത് it is forward looking and backward looking എന്ന് പറഞ്ഞാൽ, backward looking എന്ന് പറയുമ്പോൾ it compares actual performance with standards. പണ്ട് പ്ലാനിങ് സ്റ്റേജിൽ സെറ്റ് ചെയ്ത സ്റ്റാൻഡേർഡ് ആയിട്ട് കമ്പയർ ചെയ്യും. അതാണ് ബാക്ക്വേർഡ് ലുക്കിംഗ് എന്ന് പറയുന്നത്. പുതിയ ഫോർവേഡ് ലുക്കിംഗ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ചേഞ്ചസോ എന്തെങ്കിലും ഡീവിയേഷൻ വന്നാൽ അത് എന്ത് ചെയ്യും, കറക്റ്റീവ് ആക്ഷൻസ് എടുക്കും, ഭാവിയിലേക്കുള്ള കറക്റ്റീവ് ആക്ഷൻസ് എടുക്കും. അതുകൊണ്ട് തന്നെ അത് ഫോർവേഡ് ലുക്കിങ്ങും ആണ്. ആൻഡ് ഇറ്റ് ഈസ് ലിങ്ക്ഡ് വിത്ത് പ്ലാനിങ്. ദാറ്റ് ഈസ് കൺട്രോളിങ് ആൻഡ് പ്ലാനിങ് ആർ ഇന്റർലിങ്ക്ഡ്. നമുക്കിപ്പം ഈ ഒരു ഓർഗനൈസേഷൻ ഫംഗ്ഷൻ, പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിങ്, ഡയറക്റ്റിംഗ് ആൻഡ് കൺട്രോളിങ്, ഇത് നമ്മൾ ഒരു തവണ ചെയ്തിട്ട് കൺട്രോളിങ്ങോട് കൂടെ അവിടെ നിൽക്കുന്നില്ല. കൺട്രോളിങ് കഴിഞ്ഞ് again will continue with planning. There is no planning without controlling and there is no controlling without planning എന്നാണ് നമ്മൾ പറയുന്നത്. പ്ലാനിങ് ആയ കൺട്രോളിങ് വേണം, കൺട്രോളിങ് ആകുമ്പോൾ പ്ലാനിങ് വേണം. പ്ലാനിങ്ങിലൂടെ നമ്മൾ സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യുന്നു, ആ സ്റ്റാൻഡേർഡ്സ് നമ്മൾ കമ്പയർ ചെയ്ത് കൺട്രോളിലൂടെ കമ്പയർ ചെയ്തിട്ട് ആ സ്റ്റാൻഡേർഡ്സ് അച്ചീവ് ചെയ്യുന്നു എന്ന് ഉറപ്പ് വരുത്തുന്നു. ആൻഡ് നമ്മൾ എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെങ്കിൽ again നമ്മൾ അത് കറക്റ്റ് ചെയ്തിട്ട് വീണ്ടും പ്ലാൻ ചെയ്യുന്നു. And thus without planning there are no standards to control, and without controlling planning is meaningless. These are the main features of controlling. ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്, മെയിൻ കാര്യങ്ങൾ മാത്രമാണ് പറഞ്ഞു പോകുന്നത്. നെക്സ്റ്റ് ഈസ് നീഡ് ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് കൺട്രോളിങ്. ഇതിലൂടെ തന്നെ കോൺസെപ്റ്റ് പറഞ്ഞാൽ തന്നെ നമുക്ക് ഒരുപാട് കൺട്രോളിങ് എന്തുകൊണ്ടാണ്
കൺട്രോളിങ്ങിന്റെ ആവശ്യകതയും കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാവും. ദ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് വൺ ഇസ് അക്കംപ്ലിഷിംഗ് ഓർഗനൈസേഷൻ ഗോൾ. നമുക്കറിയാം, നേരത്തെ നമ്മൾ പറഞ്ഞു, വൺ ഓഫ് ദ ഫീച്ചേഴ്സ് ഓഫ് കൺട്രോളിംഗ് ഇസ് ഗോൾ ഓറിയന്റഡ് ഫങ്ഷൻ. അതായത് ഓർഗനൈസേഷണൽ ഗോൾ അച്ചീവ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ഉറപ്പുവരുത്തുന്നതാണ് കൺട്രോളിംഗ്. അതുകൊണ്ട് തന്നെ this helps in accomplishing organizational goals. Next one is accuracy of standards. അതായത് സ്റ്റാൻഡേർഡ്സ് എല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ആ സ്റ്റാൻഡേർഡ്സ് അച്ചീവ് ചെയ്യുന്നുണ്ടോ, സെറ്റ് സ്റ്റാൻഡേർഡ്സ് ആക്യുറേറ്റ് ആണോ, അത് അച്ചീവ് ചെയ്യുന്നുണ്ടോ, ആ സ്റ്റാൻഡേർഡിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുത്താനുണ്ടോ എന്നൊക്കെ നോക്കുന്നത് ആരാണ്? കൺട്രോളിംഗ് എന്നുള്ള പ്രോസസ്സാണ്. It also makes sure that organization resources are efficiently and effectively used. വേസ്റ്റും മിസ്യൂസും കാര്യങ്ങളൊന്നും ഇല്ലാതെ ഓർഗനൈസേഷന്റെ കാര്യങ്ങൾ സ്റ്റാൻഡേർഡിന് പകരം നമ്മൾ ചെയ്യുന്നുണ്ടോ, സ്റ്റാൻഡേർഡ് പ്രകാരം നമ്മൾ ചെയ്യുന്നു എന്നുള്ളത് ഉറപ്പുവരുത്തും ഇൻ ദ കൺട്രോളിംഗ് പ്രോസസ്. ഇറ്റ് ഓൾസോ ഹെൽപ്സ് ഇൻ ഇംപ്രൂവിംഗ് എംപ്ലോയി മോട്ടിവേഷൻ. അതായത് സ്റ്റാൻഡേർഡ് പ്രൊസീജിയർ നമുക്കറിയാം, നമ്മൾ കമ്പയർ സ്റ്റാൻഡേർഡ് പെർഫോമൻസ് വിത്ത് ആക്ച്വൽ പെർഫോമൻസ്. ആൻഡ് ഈ ആക്ച്വൽ പെർഫോമൻസ് നല്ലതാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? റിവാർഡ് ചെയ്യും എംപ്ലോയീസ്. നിങ്ങൾ നന്നായി ചെയ്തു, നമ്മൾ ഉദ്ദേശിച്ച പോലെ ചെയ്തു എന്ന് പറയും. നേരെ മറിച്ച് അത് നല്ലതല്ലെങ്കിൽ നമ്മൾ കറക്റ്റീവ് ആക്ഷൻസ് എടുക്കും. അപ്പൊ റിവാർഡ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഇറ്റ് ആക്ട് ആസ് എ മോട്ടിവേഷൻ ഫോർ എംപ്ലോയീസ്. ഇറ്റ് ഓൾസോ ഹെൽപ്സ് ഇൻ ക്രിയേറ്റിംഗ് ഓർഡർ ആൻഡ് ഡിസിപ്ലിൻ ഇൻ ആൻ ഓർഗനൈസേഷൻ. അതായത് ഡിസോണസ്റ്റ് ബിഹേവിയർ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൺട്രോളിംഗ് സഹായിക്കും. ഇറ്റ് ഓൾസോ ഹെൽപ്സ് ഇൻ പ്രൊവൈഡിങ് കോർഡിനേഷൻ ഇൻ an ഓർഗനൈസേഷൻ. അതായത് എല്ലാ കാര്യങ്ങളും ഗോളിലേക്കാണ്, കോമൺ ഗോളിലേക്കാണ് ലീഡ് ചെയ്യുന്നത് എന്ന് ഉറപ്പുവരുത്തുന്ന പ്രോസസ് കൂടിയാണ് എന്ത്? കൺട്രോളിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ദിസ് ഇസ് ഓൾ അബൌട്ട് വാട്ട് ഇസ് കൺട്രോളിംഗ്, ഇതിന്റെ ഫീച്ചേഴ്സ് ആൻഡ് ഇമ്പോർട്ടൻസ്. ആൻഡ് വിൽ ഓൾസോ സീ ദി സ്റ്റെപ്സ് ഇൻ കൺട്രോളിംഗ്. ഇത് ഓൾറെഡി പറഞ്ഞു പോയ കാര്യങ്ങളാണ്, അതൊന്ന് സ്റ്റെപ്സ് അല്ലെങ്കിൽ പ്രോസസ് രൂപത്തിൽ നമ്മൾ ആക്കുന്നു. ഇവിടെ ദ പ്രോസസ് ഇൻ കൺട്രോളിംഗ് നമുക്കറിയാം, ആദ്യം സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യും, പിന്നെ സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്തിട്ട് അത് പെർഫോമൻസ്, ആക്ച്വൽ പെർഫോമൻസ് മെഷർ ചെയ്യും. ഇൻ തേർഡ് സ്റ്റെപ്പ് വിൽ കമ്പയർ ആക്ച്വൽ വിത്ത് സ്റ്റാൻഡേർഡ്സ്. എന്തെങ്കിലും കറക്ഷൻസോ കാര്യങ്ങളോ ഉണ്ടോന്ന് അനലൈസ് ചെയ്യും. കറക്ഷൻസ് ഒന്നും ഇല്ലെങ്കിൽ നമ്മൾ ഒന്നും ചെയ്യില്ല. കറക്ഷൻസും ചേഞ്ചസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കറക്റ്റീവ് ആക്ഷൻസ് എടുക്കും. ദീസ് ആർ ദ 5 പ്രോസസ്സസ് കൺട്രോളിംഗ്. സ്റ്റാർട്ടിങ് തൊട്ടിട്ട് നമ്മൾ പറയുന്ന കാര്യങ്ങൾ പ്രോസസ് രൂപത്തിൽ എഴുതി. ദ ഫസ്റ്റ് വൺ ഇസ് എസ്റ്റാബ്ലിഷിംഗ് സ്റ്റാൻഡേർഡ്സ്. സ്റ്റാൻഡേർഡ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ദ ക്രൈറ്റീരിയ അഗെയിൻസ്റ്റ് വിച്ച് ദ ആക്ച്വൽ പെർഫോമൻസ് ഇസ് മെഷേർഡ്. നമ്മൾ ഫോർ എക്സാമ്പിൾ പറയാം, നിങ്ങൾക്ക് ഈ വരുന്ന എക്സാമിന് യു ഷുഡ് ഗെറ്റ് അറ്റ്ലീസ്റ്റ് 70 മാർക്സ് ഔട്ട് ഓഫ് 100. അപ്പൊ ഇതാണ് ഒരു സെറ്റ് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ളത്. ഇനി നമ്മൾ എന്ത് ചെയ്യും? വിൽ മെഷർ ദ ആക്ച്വൽ പെർഫോമൻസ്. നിങ്ങൾ 70 മാർക്സിനനുസരിച്ച് എഴുതിയിട്ടുണ്ടോ, നിങ്ങളുടെ പേപ്പർ വാല്യൂ ചെയ്യും. ആൻഡ് ദെൻ വിൽ കമ്പയർ ദ ആക്ച്വൽ വിത്ത് സ്റ്റാൻഡേർഡ്. നിങ്ങൾക്ക് കിട്ടിയ മാർക്കും ഈ മാർക്കും കൂടെ കമ്പയർ ചെയ്യും. പിന്നെ എന്തെങ്കിലും ഡീവിയേഷൻസ് ഉണ്ടോ എന്ന് നമ്മൾ നോക്കും. ഒരു കുട്ടിക്ക് 80 മാർക്സ് ആണെന്നുണ്ടെങ്കിൽ വിൽ സേ ഓക്കെ, സ്റ്റാൻഡേർഡിനെക്കാട്ടും മുകളിലാണ് അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് അനുസരിച്ചാണ്, ആൻഡ് വിൽ സേ യാ ഇറ്റ്സ് ഗുഡ് എന്ന് പറഞ്ഞ് വിൽ മൂവ് ഓൺ. If suppose he or she gets less than 70, ഒരു 50 മാർക്കാണ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ കുട്ടീനെ വിളിപ്പിച്ചിട്ട് how to improve, how to get more marks എന്നുള്ളത് പറഞ്ഞു കൊടുക്കും. ആൻഡ് ദസ് അതിന് നമ്മൾ പറയുന്നതാണ് കറക്റ്റീവ് ആക്ഷൻസ്. ഓക്കെ, ഓർഗനൈസേഷനിൽ ഇതുപോലെ തന്നെ ഒരു സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യും. ഫോർ എക്സാമ്പിൾ, ഈ മാസം ഇത്ര കാര്യങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യണം, ആൻഡ് വിൽ മെഷർ ദ ആക്ച്വൽ പെർഫോമൻസ്. പിന്നെ അതെന്ത് ചെയ്യും? സ്റ്റാൻഡേർഡ് അനുസരിച്ച് ഇത്ര അവര് ആ മാസം ഇത്ര ക്വാണ്ടിറ്റി ഓഫ് കാര്യങ്ങൾ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ കമ്പയർ ചെയ്യും. ആൻഡ് നമ്മൾ ഡീവിയേഷൻസ്, എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടോ എന്ന് നോക്കും. ചേഞ്ചസ് ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് മാനേജേഴ്സ് യൂസ് ചെയ്യുന്ന 2 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടെക്നിക്സ് ഉണ്ട്, KRA ആൻഡ് മാനേജ്മെന്റ് ബൈ എക്സെപ്ഷൻ. മാനേജ്മെന്റ് ബൈ എക്സെപ്ഷൻ എന്താ? നമ്മൾ കൺട്രോൾ ഡയറക്ഷനിൽ ഓൾറെഡി പഠിച്ചു. വാട്ട് ഇസ് മാനേജ്മെന്റ് ബൈ എക്സെപ്ഷൻ? നമ്മൾ വേണ്ട കാര്യങ്ങൾ മാത്രം മാനേജേഴ്സിന്റെ അറ്റൻഷന് കൊണ്ടുവരാം. ഇപ്പൊ നിങ്ങളുടെ ക്ലാസ്സിൽ ഒരു ഇഷ്യൂ ഉണ്ടായി കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ സോൾവ് ചെയ്യാൻ പറ്റുമെങ്കിൽ സോൾവ് ചെയ്യുക. അത്രയും സോൾവ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റില്ല എന്നുണ്ടെങ്കിൽ മാത്രം അത് ടീച്ചേഴ്സിന്റെ അടുത്തേക്ക് കൊണ്ടുവരാം. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഇസ് ക്രിട്ടിക്കൽ പോയിന്റ് കൺട്രോൾ, ദാറ്റ് ഇസ് KRA. ക്രിട്ടിക്കൽ പോയിന്റ് കൺട്രോൾ എന്ന് പറഞ്ഞാൽ ക്രിട്ടിക്കൽ ആയിട്ടുള്ള കീ റിസൾട്ട് ഏരിയാസിൽ ഇറ്റ് ഫോക്കസ് ഓൺ ഡീവിയേഷൻസ് ഇൻ കീ റിസൾട്ട് ഏരിയാസ് ദാറ്റ് ആർ ക്രിട്ടിക്കൽ ടു കമ്പനി സക്സസ്. അതായത് കമ്പനിയുടെ സക്സസിന് വേണ്ടിയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ്. ഇപ്പൊ ചിലത് നമ്മളിപ്പോ ഈ വർഷം നമ്മൾ
ഇത്ര കാര്യങ്ങൾ സെല് ചെയ്താൽ മാത്രമേ നമുക്ക് കമ്പനിയുടെ വേണ്ട വിചാരിച്ച പ്രോഫിറ്റ് കിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ ആ സെയിൽസിൽ നമ്മൾ എന്ത് ചെയ്യും, കോൺസെൻട്രേറ്റ് ചെയ്യും. അപ്പൊ ചിലപ്പോൾ കമ്പനിയുടെ സ്റ്റാഫ് സെഷൻ വളരെ വീക്ക് ആയിരിക്കും. അപ്പൊ നമ്മൾ ഒരു ക്രിട്ടിക്കൽ ഏരിയ ആയിട്ട് നമ്മൾ സ്റ്റാഫിന്റെ കാര്യങ്ങൾ, സ്റ്റാഫിങ് നമ്മൾ അവിടെ കണക്കാക്കും. അപ്പൊ കമ്പനിയുടെ സക്സസിന് വേണ്ടിയിട്ടുള്ളത് ഏതാണോ ക്രിട്ടിക്കൽ ഏരിയ അവിടെ ഫോക്കസ് ചെയ്യുന്നതാണ് ക്രിട്ടിക്കൽ പോയിന്റ് കൺട്രോൾ എന്ന് പറയുന്നത്. ഇത് രണ്ടും ഒന്ന് ഓർത്ത് വെക്കുക കേട്ടോ. ആൻഡ് ഫൈനൽ സ്റ്റെപ്പ് ഇസ് ടേക്കിംഗ് കറക്റ്റീവ് ആക്ഷൻസ്. മാനേജേഴ്സ് എന്ത് ചെയ്യും, ഡീവിയേഷൻസ് ഉണ്ടാകുമ്പോൾ എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ കറക്റ്റീവ് ആക്ഷൻസ് എടുക്കും. ഡീവിയേഷൻസ് ഇല്ലെങ്കിൽ കറക്റ്റീവ് ആക്ഷൻസ് എടുക്കൂല. So this is all about the concept of controlling and the steps in controlling. Okay.